Hello everyone, welcome to a new video. Today we'll be discussing the poem The Red Wheelbarrow by William Carlos William. It comes under the elective paper American Literature. So starting off, William Carlos Williams was an American poet and physician. His work is commonly associated with modernist movements like Imagism. And that is exactly what we can see in this poem, The Red Wheelbarrow, which is an Imagist poem, and it was initially published without a title and was just designated a Roman number, the Roman number 22, in Williams' 1923 book Spring and All, a hybrid collection which incorporated alternating selections of free verse and prose. Only 16 words long, The Red Wheelbarrow is one of Williams' most frequently anthologized poems and a prime example of early 20th century imagism. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ വെറും 16 വാക്കുകൾ മാത്രമാണ് ഈ ഒരു പോയത്തിലുള്ളത്. ഒറ്റൊരു സെൻറ്റൻസ് ആണിത്. നിങ്ങൾക്ക് ആ ഒരു പോയം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. റൺ ഓൺ ലൈൻസ് ആണ്, ഒറ്റൊരു സെൻറ്റൻസ് ആണ്. അദ്ദേഹം ഇത് പല സ്റ്റാൻസ് ആയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ പോയം ഇസ് സിംപ്ലി ദിസ്: So much depends upon a red wheelbarrow glazed with rainwater besides the white chicken. That's it. That's the poem, but there is so much meaning behind it. So let's start. പോയത്തിൻ്റെ ഓപ്പണിംഗ് 2 ലൈൻസ് എന്ന് പറയുന്നത് സോ മച്ച് ഡിപ്പെൻസ് അപ്പോൺ, ഇതാണ് ഇൻട്രൊഡക്ഷൻ. പക്ഷേ ഇതന്നെയാണ് ഇനി പറയുന്ന വാക്കുകൾക്കുള്ളൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. വിച്ച് മീൻസ് സോ മച്ച് ഡിപ്പെൻസ് അപ്പോൺ എന്നൊരു ലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവും. വാട്ട് ഈസ് ഇറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ എന്നുള്ളൊരു രീതിയിൽ നമ്മളുടെ പോയത്തിൻ്റെ കാതൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനിയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അടുത്ത ലൈനിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, റെഡ് വീൽ ബാരോ. പോയത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഇതാണ് നമ്മുടെ പോയത്തിൻ്റെ സബ്ജക്റ്റ്, റെഡ് വീൽ ബാരോ. ഓക്കെ, നോട്ട് ജസ്റ്റ് എനി വീൽ ബാരോ, ഇറ്റ്സ് എ വീൽ ബാരോ ദാറ്റ് ഈസ് ഇൻ ദ കളർ റെഡ്. So that is introduced in the second and third line. Again, ഇനി ഈ വീൽ ബാരോയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലൈൻസ് ആണ് ഇനി അങ്ങോട്ടുള്ളത്. ഇറ്റ് ഈസ് ഗ്ലേസ്ഡ് വിത്ത് റെയിൻ വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് വേർ ഇസ് സിറ്റുവേറ്റഡ്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിസൈഡ്സ് white chickens. So the next lines are 2 sentences that give a description of the wheelbarrow's look. When rainwater is spoken, the smooth, shining surface that is suggested by the word glazed is rendered even more apparent. ഇതൊക്കെ ഒരു എക്സാജറേഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് പറയാൻ പറ്റും. സിംപ്ലി റെയിൻ വാട്ടർ ഇറ്റ് ഇസ് വെറ്റ് എന്ന് പറയുന്നതിന് പകരം ഇറ്റ് ഇസ് ഗ്ലേസ്ഡ്. ആ ഒരു ഗ്ലേസ്ഡ് എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു എക്സാജറേഷനാണ് പോയിട്ട് കൊടുക്കുന്നത്. അഗെയിൻ ഇറ്റ് ഇസ് ബിസൈഡ് ദി വൈറ്റ് ചിക്കൻ. വൈ ദ കളർ? ഹി ഈസ് സ്പെസിഫൈങ് which kind of chickens are beside it. Again, these are examples of exaggeration. So the fact that the water is glazed indicates that it may have developed a coating of sort on the wheelbarrow, emphasizing how the effect of nature can alter the look of things that were created by humans. കാരണം ഇപ്പോൾ സിംപ്ലി ഒരു വീൽ ബാരോ നിൽക്കുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ മഴവെള്ളം കൊണ്ട് ഗ്ലേസിങ് എഫക്റ്റ് തോന്നിക്കുന്ന രീതിയിലൊരു വീൽ ബാരോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ആ രണ്ടാമത് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും കുറച്ചും കൂടി ഒരു യുണീക്കായിട്ട് തോന്നുന്നത്. And white hens are a new addition to the landscape that is introduced in the last 2 sentences. The term beside suggests that the hens are nearby, maybe even engaging with the wheelbarrow in some way. The stark visual impression that is created by the contrast between wheelbarrow's rich red color and the dazzling white of the hens highlight the significance of the item in the poem. അതുപോലെ തന്നെ ചിക്കൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ, ആ ഒരു അഡിഷനും ഒരു രീതിയിൽ എക്സാജറേഷൻ ആണ്. കാരണം ഇറ്റ്സ് വൈറ്റ് ചിക്കൻസ് ആൻഡ് ഇറ്റ് ഈസ് ബിസൈഡ്സ് ദ വീൽ ബാരോ. സോ എസെൻഷ്യലി ദ പോയം ഇസ് അബൌട്ട് ഫാമിങ്. കാരണം വീൽ ബാരോ എന്ന് ഒരു ടൂള്, അത്
ഏത് ഫീൽഡിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്? ഒബ്വിയസ്ലി ഫാമിംഗ്, അഗ്രികൾച്ചർ, ആ ഒരു ഫീൽഡിലാണ് വീൽബാരോ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. So obviously the poem is talking about farming. But then again it is very cryptic because it is just a single sentence. And that is what images poetry is all about. പേര് പോലെ തന്നെ ഇമേജ് വെച്ചിട്ടാണ് ആ ഒരു പോയട്രി ആ പോയട്രിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൽ പറയുന്ന ഇമേജസിലാണ്. നമുക്ക് ഒരുപാട് ഇമേജിൽ കാണാൻ പറ്റുന്നുണ്ട്. റെഡ് വീൽ ബാരോ, റെയിൻ വാട്ടർ വിത്ത് ദ ഗ്ലേസിങ് എഫക്റ്റ് ആൻഡ് വൈറ്റ് ചിക്കൻസ്. ഇത്രയും ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വിവിഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, ഇതിലൂടെ ഒന്നിൽ കൂടുതലോ ഇമേജസിലൂടെ ആ ഒരു പോയറ്റിൻ്റെ മെസ്സേജ് പറയുന്നു. ഇതാണ് ഇമേജിസ്റ്റ് പോയട്രിയുടെ കുറച്ച് ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് ഈസ് അബൌട്ട് ഒബ്സർവിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് ദ എവറിഡേ സ്ട്രഗിൾ ഓഫ് മാനുവൽ ലേബർ. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു ഇത് വീൽബാരോ എന്ന് പറയുന്നത് ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ന്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ഫാമർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അഗ്രികൾച്ചർ, ഫാമിംഗ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു വീൽബാരോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്, ആ ഒരു ആസ്പെക്റ്റാണ് ആ ഒരു ഫീൽഡിൽ എന്ന് പറയുന്നത്. മാനുവൽ ലേബറിൻ്റെ ഒരു എക്വിപ്മെൻ്റ് ആണ് വീൽബാരോ. സോ ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി ടോക്കിംഗ് അബൌട്ട് ഫാമിംഗ് ആൻഡ് ദി സ്ട്രഗിൾസ് ഓഫ് മാനുവൽ ലേബർ. And so it is also a commentary on the relationship of humankind and nature. Because farming എന്ന് പറയുന്നത് നേച്ചർ മാത്രം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഹ്യൂമൻ എഫേർട്ടും അതിൻ്റെ പുറകെ വേണം. അതുപോലെ തന്നെ ഹ്യൂമൻ എഫേർട്ട് മാത്രം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഫാമിംഗ്, അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നേച്ചറിൻ്റെ കുറച്ച് വെതർ കണ്ടീഷൻസും അങ്ങനത്തെ കുറച്ച് ആസ്പെക്ട്സും നമുക്ക് അനുകൂലമാകണം. സോ ഒരു ഹ്യൂമൻ അതുപോലെ തന്നെ നേച്ചറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് വീൽബാരോ. And another factor is what can I say? How there is no capitalization. So it also denotes the lack of visibility and importance of everything. It speaks about the unadorned and overlooked necessity of a wheelbarrow despite its numerous uses. കാരണം ഒരിക്കൽ പോലും ഒരു വീൽബാരോയെ കുറിച്ച് ഒരു പോയം നമ്മൾ കണ്ടു കാണത്തില്ല. ഈ ഒരു എക്സാമ്പിൾ അല്ലാതെ വീൽബാരോയെ കുറിച്ച് മാത്രം അതിനെ സബ്ജക്റ്റായി വെച്ചുകൊണ്ട് ഒരു പോയം നമുക്ക് കിട്ടണമെന്നില്ല. ഫാമറിനെ കുറിച്ച് ഒരുപാടധികം പോയംസ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഒരു വീൽബാരോയെ മാത്രം സബ്ജക്റ്റായിട്ട് എടുത്തുകൊണ്ട് ഒരു പോയം എഴുതുക എന്നൊക്കെ പറയുന്നത് വളരെയധികം യുണീക്കാണ്. പക്ഷെ അതാണ് എൻ്റെ ഐറണി. വീൽബാരോ എന്നുള്ളത് അത്രമാത്രം ഒരുപാടധികം ഉപയോഗങ്ങളുള്ളൊരു ടൂളാണ്. എന്നാൽ പോലും ഒരു പോയം എഴുതുമ്പോൾ മോസ്റ്റ്ലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു ഫാർമറിൻ്റെ സ്ട്രഗിൾ അല്ലെങ്കിൽ ഫാമിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ച് ആരും ആ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നില്ല, ലിറ്റററി പോയിന്റ് ഓഫ് വ്യൂ എടുക്കുകയാണെങ്കിൽ പോലും. But for the farmer, it is a grand tool of manual labor. So that is what the poem is about. And to talking about the color red, significance of the color red. The wheelbarrow blends with the red barn and it contrasts with the green grass and the white chicken. Red wheelbarrow എന്ന് പറയുന്നത് again വെറുതെ ഒരു കളർ ഡിനോട്ട് ചെയ്ത് കൊടുക്കുന്നതല്ല, ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഗ്രീൻ ഗ്രാസ്, ഓൾസോ വൈറ്റ് ചിക്കൻസ്, ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വളരെയധികം എടുത്ത് നിൽക്കാൻ വേണ്ടി ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടാണ് ആ ഒരു റെഡ് എന്നുള്ളൊരു കളർ പോയിട്ട് ഇവിടെ കൊടുക്കുന്നത്. സോ ബൈ യൂസിങ് ദ കളർ റെഡ്, the poet gives the wheelbarrow its significance, which it deserves, by giving it a bright color. And again, the line glazing with rainwater signifies that the rain reflecting colors into a wet tool and making it or giving it a certain beauty that it is often neglected. And the chickens, they are also important because we already said about how the chickens beside it is engaging with the wheelbarrow in some way. So maybe the food for the chicken is brought in the wheelbarrow or they take shelter underneath it.
ഓരോ ലൈനിനും അതിൻ്റേതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. റെയിൻ വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഇതിൻ്റെ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് റെയിൻ വാട്ടറിൻ്റെ റോൾ ഈ ഒരു ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ചിക്കൻസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു അൺനെസസറി ആയിട്ടുള്ള ലൈനല്ല. ചിക്കൻസ് കൊടുക്കുന്നത് ഒരു കളർ കോൺട്രാസ്റ്റിംഗ്, റെഡ് വീൽ ബാരോ വൈറ്റ് ചിക്കൻസ് എന്നുള്ളൊരു കളർ കോൺട്രാസ്റ്റിംഗ് കൊണ്ടുവരാൻ. അത് മാത്രമല്ല, അവർ തമ്മിലുള്ളൊരു കണക്ഷനും പോയിട്ട് പറയുന്നുണ്ട്. എന്താണ്, വീൽ ബാരോയിൽ തന്നെ ആയിരിക്കാം ഈ ഒരു ചിക്കൻസിൻ്റെ ഫുഡ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഈ വീൽ ബാരോയുടെ അടിയിലായിരിക്കാം ഇവർ ഷെൽട്ടർ എടുക്കുന്നത്. സോ എവ്രിതിങ് ഈസ് കണക്റ്റഡ്. ദാറ്റ് ഈസ് വാട്ട് ദി പോയറ്റ് ഈസ് ട്രൈങ് ടു സേ. When we look at the themes, we have sentimentality, everyday use of a common tool, and exaggeration, which is imploring the reader to look closer, and about nature, about agriculture in general, because the wheelbarrow is mostly used in farming and architecture. It is mostly seen in a rural landscape, and like we said before, it is a tool that provides a link between humanity and nature. And it is one of the basic means upon which civilization is built upon, but it is often considered insignificant, just like how physical labor in general is considered insignificant. സോ പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളൊരു തീം ഇവിടെ വരുന്നുണ്ട്. നേച്ചറുണ്ട്, അതുപോലെ തന്നെ ഒരു തീമാണ് പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി. കാരണം നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് എടുത്ത് വയ്ക്കുക. ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് പൂർത്തിയാകുന്ന സമയം വരുന്ന എല്ലാവരും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഭംഗി, ഉപയോഗിച്ചിട്ടുള്ള പെയിൻറ്റ്, ആ ഒരു കളർ, അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ, ആർക്കിടെക്ചർ സ്റ്റൈൽ, അതിൻ്റെ അകത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ്, ഇതെല്ലാമായിരിക്കും അവർ ശ്രദ്ധിക്കുന്നതും കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പ്രയത്നം പലപ്പോഴും മറന്നു പോകാറുണ്ട്. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് അത് ഉണ്ടാക്കിയതെന്ന് പല ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല, ആലോചിക്കുന്ന പോലുമില്ല. അതുപോലെ തന്നെയാണ് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ, ഫാമിംഗ് എന്ന് എടുക്കുമ്പോഴും പല ആൾക്കാരും അതിലുപയോഗിക്കുന്ന കീടനാശിനികളെ കുറിച്ചാണ് കൂടുതലും കമൻറ്റ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിളവെടുപ്പ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഈ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകണമെങ്കിൽ തന്നെ അതിന് പിന്നിൽ ഈ ഒരു വീൽ ബാരോ പോലത്തുള്ള പല ടൂൾസും ഉപയോഗിച്ചാൽ മാത്രമേ അത്രയും നല്ലൊരു ഒരു വിളവെടുപ്പ് അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ജനറലി ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ ലേബേഴ്സും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസും പലപ്പോഴും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് മാറുന്നത്, ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് മാറുന്നത്. പക്ഷേ ഏതൊരു കാര്യത്തിൻ്റെയും ബേസിക് ഫൗണ്ടേഷൻ, ഒരു ബിൽഡിങ്ങിൻ്റെ ഭംഗിയാണെങ്കിലും ഒരു ബിൽഡിംഗ് അവിടെ നിൽക്കണമെങ്കിലും അതുപോലെ തന്നെ വിളവെടുപ്പ് നടക്കണമെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷനായിട്ട് വരുന്നത് ഇങ്ങനത്തെ കുറച്ച് ടൂൾസും ഒരു ഫിസിക്കൽ ലേബറുമാണ്. പക്ഷേ ഐറണി എന്ന് പറഞ്ഞത് ഈ കാര്യങ്ങളാണ് പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് പോയറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയം എഴുതിയത്. അതാണ് ഞാൻ പറഞ്ഞത്, വീൽ ബാരോയെ കുറിച്ച് വേറെ ഒരു പോയം നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ഫാർമിംഗ് എന്നടിച്ച് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പോയംസ് കിട്ടും. സോ he wants to focus on the insignificant or the things that we label as insignificant, the physical labor and tools. So nature, perception versus reality, and also the beauty of hard work. ഇതൊക്കെയാണ് ഈ ഒരു പോയറ്റിൽ വരുന്ന കുറച്ച് തീംസ്. So that's it. That's the end of the poem. I hope this was somewhat understandable. So I'll see you in the next video. Till then, take care. Thank you.